ദ ലോർഡ്. LeNorah ചാനലിന്റെ മറ്റൊരു വ്യത്യസ്ത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വേദപുസ്തക കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ ആർക്കൊക്കെ പ്രയോജനപ്പെടും എന്നടിസ്ഥാനമാക്കിയുള്ള തികച്ചും സാങ്കല്പികവും ചിന്തനീയവുമായ ബൈബിൾ ക്വിസിന്റെ രണ്ടാം ഭാഗമാണ് ഇത്. നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ആധുനിക ഉപകരണങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അവ വേദപുസ്തക കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് വേദപുസ്തക കഥാപാത്രത്തിനായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നത് എന്ന് കണ്ടെത്തണം. സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ മുതലായ ആശുപത്രി ഉപകരണങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ മുതലായ ആശുപത്രി ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ലഭ്യമായിരുന്നുവെങ്കിൽ ഇവ ഏത് വേദപുസ്തക കഥാപാത്രത്തിനാകുമായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നത്? ഉത്തരം ശ്രദ്ധിക്കാം. സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ മുതലായ ആശുപത്രി ഉപകരണങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ലഭ്യമായിരുന്നുവെങ്കിൽ ഇവ ഉപയോഗിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വ്യക്തി ലൂക്കോസ് ആണ്. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നുവെന്ന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആധുനിക ആശുപത്രി ഉപകരണങ്ങൾ വൈദ്യനായ ലൂക്കോസിന് കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു. വൈദ്യനായ ലൂക്കോസിനെ കൂടാതെ ഇതുപോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള രണ്ട് വ്യക്തികൾ എബ്രായ സൂതികർമ്മിണികളായ ഷിപ്രായും പൂവയുമാണ്. ഇവർ മിസ്രൈമിലെ എബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്തിരുന്നതായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ജനിച്ചു വീഴുന്ന എബ്രായ ആൺകുട്ടികളെ കൊല്ലേണ്ടതിന് മിസ്രൈം രാജാവ് നിയമിച്ചതായ എബ്രായ സൂതി കർമ്മിണികളായിരുന്നു ഷിപ്രായും പൂവായും. എന്നാൽ ഇവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ഈ വിവരങ്ങളും പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാം. അടുത്തത് ട്രാക്ടറാണ്. നിലം ഉഴാൻ വേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്ന ട്രാക്ടറുകൾ വേദപുസ്തക കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇവ ഏത് വേദപുസ്തക കഥാപാത്രത്തിനാകുമായിരുന്നു കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നത്? ഉത്തരം ശ്രദ്ധിക്കാം. ട്രാക്ടറുകൾ വേദപുസ്തക കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ സാഫാത്തിന്റെ മകനായ ഏലീശയ്ക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നത്. കാരണം ഏലീശയെ ശുശ്രൂഷയ്ക്കായി ഏലിയാവ് തിരഞ്ഞെടുക്കുമ്പോൾ അവൻ 12 ഏർക്കാളകളെ പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു. ഏലീശയെ കൂടാതെ ട്രാക്ടറുകൾ വേദപുസ്തക കാലത്തുണ്ടായിരുന്നുവെങ്കിൽ കർഷകരായിരുന്ന കയീൻ, നോഹ മുതലായവർക്കും ഭൂവുടമകളായിരുന്ന ബോവസ്, ഇയോബ് തുടങ്ങിയവർക്കും തീർച്ചയായും ഉപകാരപ്പെടുമായിരുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ ഉപയോഗിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ വേദപുസ്തക കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇവ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വേദപുസ്തക കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ശ്രദ്ധിക്കാം. വേദപുസ്തക കാലഘട്ടത്തിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവ കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികൾ മത്തായിയും സക്കായിയുമാണ്. ഇവർ രണ്ടുപേരും നികുതി പിരിക്കുന്നവർ ആയിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ തീർച്ചയായും ഇവരുടെ ജോലി എളുപ്പമാക്കുന്നതിന് സഹായകരമായേനെ. ഇവരെ കൂടാതെ തന്റെ ഭാര്യയായ സാറായെ അടക്കം ചെയ്യാനായി മക്പേല നിലവും അതിലെ ഗുഹയും 400 വെള്ളി ഷേക്കൽ ഉപയോഗിച്ച് മേടിച്ചതായ അബ്രഹാമിനും യോസെഫിനെ 20 വെള്ളിക്കാശിന് വിറ്റ് യോസെഫിന്റെ സഹോദരങ്ങൾക്കും യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത ഇസ്കറിയോത്ത യൂദയ്ക്കും ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ വേദപുസ്തക കാലത്തുണ്ടായിരുന്നെങ്കിൽ ഉപകാരപ്പെടുമായിരുന്നിരിക്കാം. അടുത്തത് ഇമെയിൽ സേവനങ്ങളാണ്.
കത്തുകൾക്ക് പകരമായി ആധുനിക കാലത്ത് നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മെയിൽ സംവിധാനം വേദപുസ്തക കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ സൗകര്യം കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന വേദപുസ്തക കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ശ്രദ്ധിക്കാം. വേദപുസ്തക കാലത്ത് ഇമെയിൽ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ബൈബിൾ കഥാപാത്രം പൗലോസ് ആണ്. റോമൻ പൗരനും ക്രിസ്തുവിന്റെ ശിഷ്യനുമായ പൗലോസ് ധാരാളം യാത്ര ചെയ്യുകയും വിവിധ സഭകൾക്ക് കത്തുകൾ എഴുതുകയും ചെയ്തിരുന്നു. സഭകൾക്ക് പുറമെ തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ തുടങ്ങിയ വ്യക്തികൾക്കും പൗലോസ് കത്തുകൾ അയച്ചതായും വേദപുസ്തകത്തിൽ കാണാം. ആ കാലഘട്ടത്തിൽ ഇമെയിൽ സേവനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൗലോസിന് കൂടുതൽ സഹായകരമാകുമായിരുന്നു. പൗലോസിന് പുറമെ മറ്റു പല കഥാപാത്രങ്ങൾക്കും ഇമെയിൽ സേവനങ്ങൾ വേദപുസ്തക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വളരെ ഉപകാരപ്പെടുമായിരുന്നു. ഉദാഹരണത്തിന് ആരാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ കുഷ്ഠം സുഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഇസ്രയേൽ രാജാവിന് കത്തെഴുതിയ ആരാം രാജാവിനും ഏഷ്യയിലെ 7 സഭകൾക്ക് കത്തെഴുതിയ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ അപ്പോസ്തലനും വേദപുസ്തക കാലത്ത് ഇമെയിൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പ്രയോജനപ്പെടുമായിരുന്നു. ഞങ്ങൾ ഇവിടെ പറഞ്ഞ കഥാപാത്രങ്ങളെ കൂടാതെ നിങ്ങളുടെ മനസ്സിൽ വേറെയും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാകാം. അവരുടെ പേരുകളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വേദപുസ്തക കാലത്ത് എന്ന ഈ വ്യത്യസ്ത പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഉടൻ കാണാം.